ഇനി നമുക്ക് ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ ചക്കപ്പഴം ബാറ്ററി മുക്കി ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ചക്കപ്പഴംപൊരി ഉണ്ടാക്കാൻ പോവാണ്. അങ്ങനെ നമ്മുടെ പഴംപൊരി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഈ പൊന്നിൻ ചിങ്ങമാസത്തിൽ ഞങ്ങൾക്ക് കിട്ടിയ ചക്കപ്പഴം. ഹായ്, ഇന്ന് നമുക്കിവിടെ നമ്മുടെ ലാസ്റ്റത്തെ ചക്കപ്പഴമാണ്. ചക്കപ്പഴം ഈ ചിങ്ങമാസത്തിലും ഞങ്ങൾക്കിവിടെ ചക്കയുണ്ടായി. ഒരു ചക്കപ്പഴം ചെറുത് കിട്ടി. ആ ചക്കപ്പഴം എടുത്തുകൊണ്ട് ഞങ്ങൾ ഒരു വ്യത്യസ്തമായ റെസിപ്പി കാണിക്കാമെന്ന് ഓർക്കുന്നു. ഹായ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ഡേയ്സി. അപ്പോൾ എന്നെ ഒക്കെ പറഞ്ഞു വന്നതെന്ന് കണ്ടില്ലേ? അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഇച്ചിരി ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട് ബാറ്റർ ഉണ്ടാക്കാനായിട്ട്. ഗോതമ്പ് പൊടിക്കകത്ത് ഒരിച്ചിരി ഉപ്പിട്ടിട്ടുണ്ട്. ചക്കയ്ക്ക് ഒരിച്ചിരി മധുരം കുറവുള്ള ചക്കയാണ്. അത് കാരണം ഇത് പിള്ളേർക്ക് ഉണ്ടാക്കി കൊടുക്കുന്നത് കാരണം ഞാനൊരു സ്പൂൺ പഞ്ചസാര ഇടുന്നുണ്ട്. ഇതിനകത്ത് ഒരു ശകലം പഞ്ചസാര ചേർക്കുന്നുണ്ട്. നമുക്ക് ഇതിൻ്റെ കൂടെ ഒരിച്ചിരി എള്ളും കൂടി ഇട്ട് കൊടുക്കാവേ. എള്ളും ഇട്ട് കൊടുത്തിട്ടൊന്ന് ഇളക്കാൻ പൊടി. ഒരു കളറിന് വേണ്ടിയിട്ട് ഒരിച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. എന്ന് വെച്ചാൽ ചക്കപ്പഴത്തിന് ഇച്ചിരി കളറ് കുറവാണ്. അതുകൊണ്ട് ഒരിത്തിരി മഞ്ഞ കളർ കിട്ടാൻ വേണ്ടി ചക്കയുടെ ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് ഇളക്കിയേ. അതിനെന്ന് വെച്ചാൽ ലാസ്റ്റത്തെ ചക്കയായത് കാരണം ഇച്ചിരി വെള്ളം കുടിച്ചിട്ടുണ്ട്. പഴുക്കുകയും ചെയ്തു. വരിക്കച്ചക്കയായിരുന്നു, പക്ഷേ അത് പഴുക്കുകയും ചെയ്തു. ഇച്ചിരി വെള്ളം കുടിച്ച ചക്കയാണ്. എന്നാൽ പിന്നെ ഇങ്ങനെ ഉണ്ടാക്കിയേക്കാമെന്ന് വെച്ചു. ചക്കയും കൊണ്ടൊരു പഴംപൊരി, അതാണ് നമ്മുടെ ഇന്നത്തെ ഐറ്റം. അപ്പം ഞാൻ ഇതിനെ ഒന്ന് കുഴച്ചെടുക്കട്ടെ. ചക്കപ്പഴംപൊരി ഉണ്ടാക്കാൻ പോവാണ്. അതിനായിട്ട് ഞാൻ ചക്കച്ചുളയല്ല ഈ ബാറ്ററിനകത്ത് ഇട്ട് വെച്ചേക്കുവാണ്. ഇനി നമുക്ക് ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ ചക്കപ്പഴം ബാറ്ററി മുക്കി ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ചക്കപ്പഴംപൊരി ഉണ്ടാക്കാൻ പോവാണ്. ഇങ്ങനെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് പറയണേ. നല്ല വരിക്ക ചക്കപ്പഴം കൊണ്ട് നമ്മളിങ്ങനെ ചക്കപ്പഴം പൊരി ഉണ്ടാക്കാൻ പോവാണ്. ഇപ്പോൾ ഈ മഴക്കാലമൊക്കെ ആയതുകൊണ്ടേ ചക്കയായിട്ടൊക്കെ തിന്നാൽ പിള്ളേർക്ക് വയറ്റിനകത്ത് അസുഖം ഉണ്ടാകും. വയറുവേദന, ഛർദ്ദിക്കാൻ വരവ്, തെകട്ടി വരുന്നത്, വയറ് കമ്പിക്കൽ, അങ്ങനെയുള്ളത് കാരണം ഞങ്ങൾക്ക് ലാസ്റ്റാണ് ഈ ചക്കയെ. അപ്പോൾ പിന്നെ പഴം കൊടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാനിങ്ങനെ ആക്കി എടുക്കുന്നതാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ പഴംപൊരി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഈ പൊന്നിൻ ചിങ്ങമാസത്തിൽ ഞങ്ങൾക്ക് കിട്ടിയ ചക്കപ്പഴം ഒരു പണ്ടാര ചുമ പിടിച്ചിട്ടുണ്ട്, പറയിപ്പിക്കില്ലല്ലോ ഒന്നും. അപ്പം അങ്ങനെ ഞാൻ അത് കാരണമാണ്, മഴക്കാലമായത് കാരണം കൂടെയാണ് പിള്ളേർക്ക് ഇങ്ങനെ ചക്കപ്പഴമായിട്ട് കൊടുക്കാത്തത്. ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി നോക്കിയാലേ കുഴപ്പമില്ലല്ലോ. ചക്ക വേവുകയും ചെയ്യും, പഴംപൊരി ആവുകയും ചെയ്യും. ചക്കപ്പഴംപൊരി. ചക്കയപ്പം വേറെയാണ്, കുമ്പളൊക്കെ കൂട്ടി ഉണ്ടാക്കുന്നത്. ഇത് ചക്കപ്പഴംപൊരി. നേന്ത്രക്കായ് പഴംപൊരി, ഞാൻ മറ്റേ ചെറിയ കായൊക്കെ ചെറുപഴം കൊണ്ട് പഴംപൊരി ഉണ്ടാക്കിയില്ല എന്ന് പറഞ്ഞ പോലെ വരിക്കച്ചക്കയും കൊണ്ട് ഇങ്ങനെ ഉണ്ടാക്കാം. ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലാത്തവരൊന്ന് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അടിപൊളിയാണ്, നല്ല രസം. ഞങ്ങൾ ഇതിന് മുമ്പ് ഇതൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട്. നല്ല രസമുണ്ട് കേട്ടോ. തിന്നാനാണേലും ആർക്കും വയറിനൊന്നും ഒരു കേടും വരത്തില്ല. അടിപൊളിയായിട്ട്. അപ്പോൾ നമുക്ക് ഓരോന്നിനെ കോരിയെടുക്കാം. എണ്ണയ്ക്കകത്തുനിന്ന് ഓരോന്നോരോന്ന് റെഡിയായി. ഒരു പാത്രത്തിലേക്ക് കോരി മാറ്റാം. വെച്ചിട്ട് കൊടുക്കാതെ അപ്പോൾ നമ്മളുണ്ടല്ലോ ചക്കപ്പഴംപൊരി ഉണ്ടാക്കി കഴിഞ്ഞതിൻ്റെ ബാക്കി ബാറ്റർ വന്നു കുറച്ച്. അതുകൊണ്ട് നമ്മളിത് ഇങ്ങനെ വെറുതെ കോരി ഒഴിച്ച് ഒരപ്പം പോലെ ഇങ്ങനെ ആക്കിയെടുത്തതാണ് കേട്ടോ. നിങ്ങളും ഇങ്ങനെയൊക്കെ ചെയ്യുമെന്നൊക്കെ പറയണേ. അത് ലാസ്റ്റ് വന്നത് പിന്നെ എന്നാ ചെയ്യാൻ പറ്റും, കുറച്ച് ബാറ്റർ മിച്ചം വന്നു. അപ്പോൾ ഇത് പിള്ളേർക്ക് ഒരപ്പം പോലെ അങ്ങ് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വെച്ചു. നല്ല ടേസ്റ്റാണ്. നെയ്യപ്പമാണോ എന്നാ അപ്പമെന്ന് അറിയത്തില്ല, പക്ഷേ നല്ല ടേസ്റ്റാണ് ഇത്. ഇതിൻ്റെ അകത്ത് ചക്കപ്പഴം ഇല്ലെന്നേ ഉള്ളൂ, അതിൻ്റെ ബാറ്റർ മിച്ചം വന്നതാണ്.
അപ്പം നിങ്ങളും ഇങ്ങനെയൊക്കെ ചെയ്യുമെന്നൊക്കെ ഞങ്ങളോടും പറയണം, കമൻറ്റ് ചെയ്യണേ. അപ്പം ഇതാണ് ഇന്നത്തെ ഞങ്ങളുടെ പഴംപൊരി റെസിപ്പി. ചക്കപ്പഴംപൊരി ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. റെഡിയായ ചക്കപ്പഴംപൊരി നമ്മുടെ കയ്യിലൂടെ ഉണ്ട്. ചുമച്ച് ഒരു പരുവായിട്ട് ഇരിക്കുക. ഇന്ന് ചക്കപ്പഴംപൊരി ഉണ്ടാക്കിയത് കണ്ടോ. അത് കാരണം ഇതാണ് ചക്കപ്പഴംപൊരി. അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല ചക്കപ്പഴംപൊരിയാണ്. ജലദോഷം പിടിക്കാനാണോ പനിക്കാനാണോ എന്നൊന്നും അറിയത്തില്ല. എന്തൊക്കെയോ ഭയങ്കര ചുമയും കാര്യങ്ങളൊക്കെയാണ്. ആകെപ്പാടെ തലവേദന എടുക്കുന്നു. അപ്പോൾ ഇവർക്ക് ഇതുണ്ടാക്കി കൊടുക്കണമെന്നും പറഞ്ഞ് ഇവർ പറഞ്ഞത് കാരണം പിന്നെ അങ്ങ് ഉണ്ടാക്കാൻ നിന്നെന്ന് മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ പിന്നെ ആ ചക്കപ്പഴം അഴുക്കായി പോവില്ലായിരുന്ന. അത് കാരണം പിന്നെ അങ്ങ് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വെച്ച് കളയാതെ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ റെസിപ്പി. ഞങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങൾ ഈ പഴംപൊരി ഇഷ്ടപ്പെട്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി ഒരു ലൈക്ക് അടിക്കണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ കൂടി അറിയിക്കണേ. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും ബായ്, ടാറ്റാ. മുറിച്ച് കാണിച്ചേ, ചക്കയാണിത്തിരിക്കുന്ന കാണിച്ചു തന്നെ കൊച്ചിങ്ങോട്ട്. എങ്ങനെയുണ്ട് കുഞ്ഞു? സൂപ്പർ.